ഹായ്, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത്, ഇപ്പോൾ ഉത്സവകാലങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ഉത്സവകാലത്ത് ഒരുപാട് നൊസ്റ്റാൾജിയകൾ, അപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ അതൊക്കെ നയവരൊക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് പഴയകാല ഉത്സവത്തിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഉത്സവം പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നത്, അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ കൊല്ലം കൊട്ടാരക്കരയൊക്കെ ആണെങ്കിൽ ഉത്സവത്തിന് ഒരുപാട് കാളകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാളകൾ എന്താ കെട്ടുകാഴ്ച എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ആയിട്ട് ഒരു 4 മണി 3 മണി ആകുമ്പോഴേക്കും കെട്ടുകാഴ്ചയും ചെണ്ടമേളവും ഇതൊക്കെ വരും. അപ്പൊ ഇത്രയും ഒരുപാട് കാളകൾ കെട്ടുകാഴ്ചകളുണ്ട്. ഇങ്ങനെ അതിനെന്താ പറയുക, നമ്മൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് പോകും. ഓരോ കരക്കാരുണ്ട് ഇങ്ങനെ ഈ കാളകളെ ഒരുക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം മുന്നേ ആണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളായിരിക്കും നമ്മൾ നേരത്തെ തന്നെ ഒരുങ്ങി കെട്ടുകാഴ്ച വരുന്ന സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ ഇങ്ങനെ പോകും. അപ്പോൾ അത് നമ്മുടെ അമ്പലം ഒത്തിരി ദൂരെയാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ചെറിയ ചെറിയ ഓരോ കരക്കാരും ഇങ്ങനെ കാളകളെ ഒരുക്കിക്കൊണ്ടുവരും. അപ്പം ഓരോ കരക്കാരുടെ കാളയുടെ കൂടെയായിരിക്കും നമ്മൾ പോകുന്നത്. മെന്റലി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ കാളയ്ക്കായിരിക്കും. ഇതിന് പ്രൈസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ കാളയുടെ കൂട്ടത്തിൽ ഒരുങ്ങി പോകും. അപ്പോൾ ഇങ്ങനെ ചെണ്ടയൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ പോകും. ചിലരാണെങ്കിൽ നേരത്തെ പിന്നെ എന്താ പറയുക, താലപ്പൊലി എടുക്കാനായിട്ടാണെങ്കിൽ അപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുങ്ങി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മറ്റേ പൗഡറൊക്കെ കുഴച്ച്, ഇന്നത്തെ പോലെയുള്ള മേക്കപ്പ് ഒന്നും അന്നില്ലല്ലോ. അന്നത്തെ ഓർക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും ചിരി വരും. കാര്യം വെച്ചാൽ അന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് കാശിമാല പോലത്തെ ഒരു കാശിമാലയൊക്കെ മേടിച്ചിടും. പിന്നെ ഒരു വെള്ളിക്കൊലുസുണ്ട്. വെള്ളിക്കൊലുസ് എന്ന് പറയാൻ പറ്റില്ല, 10 രൂപ 15 രൂപ എങ്ങാണ്ട് അന്നത്തെ. അതുപോലെ ഒരു മാങ്ങാമലയുടെ ഷേപ്പിലുള്ള കൊലുസുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് തന്നെയായിരിക്കും. നെറ്റിച്ചുട്ടി കാണാം. എന്നിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ വലിയ കരിയൊക്കെ അമ്മമാരിങ്ങനെ വലിപ്പത്തിൽ പിരിവൊക്കെ എഴുതി വെച്ചിട്ട് പൗഡർ കുഴച്ചിട്ട് ഇങ്ങനെ കുത്തു പോലെ ഇട്ട് വെക്കും. മുഖം നിറച്ചെന്തൊക്കെ അങ്ങനെ ഒരുക്കി വെക്കുന്നതിനാണ് അന്ന് വലിയ സംഭവമായിട്ട്. ഇപ്പോൾ പിള്ളേരെങ്ങനെ ഒരുക്കി അവർ നമ്മളെ എന്താ വഴക്ക് പറയും. കാര്യം വെച്ചാൽ അത്രയും വികൃതമായിട്ടായിരിക്കും അന്ന് ഒരുക്കി വെച്ചിട്ട്. എന്നിട്ട് മുഖം നിറച്ച് ഇതുപോലെ കുത്തൊക്കെ ഇട്ട് വെച്ച്, എന്നിട്ട് മുഖത്തെല്ലാം കുറെ കരിയെല്ലാം വാരി തൂത്ത് വെച്ച് മറുകൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ ചുറ്റിനും ഈ ബോളറിനെ പോലെ ഈ പൗഡർ കുഴച്ച് വെള്ള രൂപത്തിലാക്കിയിട്ട് കുത്തിട്ട് വെക്കുന്നത് അന്നത്തെ അമ്മമാർക്ക് ഒരു ഹോബിയായിരുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മളെ ഒരുക്കി നമ്മൾ താലപ്പൊലിയൊക്കെ എടുത്ത് അവിടെ നിന്ന് നടന്നിങ്ങനെ പോകും. അതെന്താ പറയുക, അതൊരു ആവേശമായിരുന്നു. അത് ഇപ്പോൾ ഓർക്കുമ്പം ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ഉണ്ട് ഇന്നും താലപ്പൊലിയൊക്കെ, പക്ഷെ പോകുന്നത് കുട്ടികളെ റയറായിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാനൊക്കെ ഇതുപോലെ താലപ്പൊലിയും ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ പോകും. അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സന്ധ്യ സമയമൊക്കെ ആകുമ്പോൾ കൂടുതലും ബലൂണുകളാണ്. ഇപ്പോഴാണ് ഹൈഡ്രജൻ ബലൂണിൻ്റെ ഒക്കെ കാലഘട്ടം വന്നത്. അന്ന് ഹൈഡ്രജൻ ബലൂണൊന്നും അല്ലല്ലോ, അല്ലാത്ത മത്തങ്ങ ബലൂണാണ് അന്നത്തെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ അന്നത്തെ കുറേ അപ്പൂപ്പന്മാരായാലും ഇതുപോലെ ഒരു കമ്പി പഠിക്കലിച്ചിട്ട് ഒരുപാട് അവർ തന്നെ ഊതി നിറച്ച്. ഇപ്പം നമ്മളങ്ങനെ ഊതി നിറച്ച് അവർക്ക് ഒരുപാട് അസുഖം വരും, അവർ ഊതിയ ശ്വാസം എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നിപ്പം ഈ റീസെൻ്റായിട്ട് ഞാൻ ഇതുപോലെ മക്കളെ കൊണ്ട് ഉത്സവത്തിന് പോയപ്പോഴത്തേക്കും ബലൂൺ വെച്ചപ്പോഴത്തേക്കും ഒരപ്പൂപ്പൻ ഇതുപോലെ മത്തങ്ങ ബലൂൺ പുള്ളിയുടെ 2-3 ഉണ്ട്. ആരും ആ സൈഡിലേക്ക് പോലും പോണില്ല. എല്ലാവരും ഹൈഡ്രജൻ ബലൂണ്, വേറെ ഒരുപാട് പറഞ്ഞു പൊങ്ങി പോണ തരത്തിലുള്ള എന്താ പൂവൻകോഴി, മയില്, ഇങ്ങനെ കുറേ വേറെ ബലൂണുകളൊക്കെയാണ്. കുട്ടികൾക്കെല്ലാം അത്രയും കളർഫുള്ളായ സാധനമാണ്. ആരും മത്തങ്ങ ബലൂണ് നോക്കുന്ന പോലെയില്ല. അപ്പം ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോൾക്ക് അത് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവളൊന്നും എനിക്കതൊന്നും വേണ്ടെന്ന്. പക്ഷെ എനിക്ക് അന്നത്തെ നൊസ്റ്റാൾജിയ ഓർമ്മ വന്നിട്ട് ഞാൻ പോയി അപ്പൂപ്പൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അതിക്കൂട്ടൊരു മത്തങ്ങ ബലൂൺ മേടിച്ചു. ഈ പറഞ്ഞ ഈ മറ്റേ ഹൈഡ്രജൻ ബലൂണിനൊക്കെ 50-100 ഒക്കെയാണ്. പക്ഷെ മത്തങ്ങ ബലൂൺ ഇനിയും 10 രൂപയാണ് മേടിക്കുള്ളൂ. പിന്നെ ഞാൻ അപ്പച്ചനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് 50 റുപ്പീസ് കൊടുത്തു. പക്ഷെ പുള്ളി ഇതൊക്കെ ബാലൻസ് തന്നെ കേട്ടോ. പക്ഷെ എനിക്കപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മത്തങ്ങ ബലൂൺ എന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങിച്ച് തരാനും അത് വീട്ടിൽ കൊണ്ടുവെക്കാനും, പക്ഷെ അതൊന്നും പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. അതിങ്ങനെ വീട്ടിൽ ഇരുന്നിരുന്ന് നമ്മൾ കൊണ്ടുപോയി തൂക്കിയിട്ടിട്ട് അത് കുറേ ദിവസങ്ങൾ കഴിയുന്തോറും അതിൻ്റെ കാറ്റ് കുറഞ്ഞ് ഏറ്റവും ചെറിയ രൂപത്തിൽ നമ്മൾ അത്രയും ദിവസം അതിനെ ഒബ്സർവ് ചെയ്യും, അതിനെ കെയർ ചെയ്യും. അത് തന്നെ കാറ്റ് പോയിട്ടാണ് അത് ചുങ്ങിപ്പോണത്. പിന്നെ ഉത്സവപ്പറമ്പിലെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം എനിക്ക് തോന്നുന്നു ഉത്സവപ്പറമ്പിലെല്ലാം മൊജിറ്റോസ്, പലതരം എന്താ പറയുക കലക്കി സർബത്ത്, അങ്ങനെ കുറേ ജ്യൂസ് ഐറ്റംസ് ഒക്കെ വന്നു. അന്നെന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ജ്യൂസ് ഐറ്റംസിന് പകരം അന്നത്തെ ഒരു 10-15 വർഷം മുന്നേ ഉള്ള വെച്ചാൽ പ്രഥമനാണ്, പാലടപ്രഥമൻ. അപ്പോൾ ഈ അടപ്രഥമൻ കുടിക്കാനായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അന്ന് പറഞ്ഞ പോലെ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒന്നും ഇല്ലല്ലോ, സ്റ്റീൽ ഗ്ലാസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വലിയൊരു പാത്രം നിറച്ച് ഇങ്ങനെ പ്രഥമൻ ഉണ്ടാക്കി വെക്കും. പ്രഥമനാണ് മെയിൻ എന്ന് പറയുന്നത്. എന്നിട്ടൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രോഗ്രാം ഒക്കെ തുടങ്ങുമ്പോൾ ഈ പ്രഥമൻ കുടിക്കാനായിട്ടൊരു
ആവേശം. എന്നിട്ട് ഒരു ചൂട് ഗ്ലാസ്സിൽ അതിങ്ങനെ കൈ കൊണ്ട് കോരി ഒഴിച്ച് തരും. അതിന് നിറച്ച് ഒന്ന് പിടിക്കാൻ പാടാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്തും അതിന് പോലെല്ലാം ഇങ്ങനെ പ്രഥമം വീണിരിക്കും. അത് കുടിക്കുക എന്ന് പറയുന്നത് അതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സന്തോഷമാണ്. ഉത്സവത്തിനാണ് അത് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഈ ജ്യൂസ് ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഉള്ളത് മറ്റേ കടലയാണ് അന്നത്തേത്. കടലയും പലതരം കടലകൾ, ഞങ്ങളൊക്കെ അതിന് പട്ടാണി കടല എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പട്ടാണി കടല, ഈ പറയുന്ന പോലെ പ്രഥമൻ, ഇതൊക്കെയാണ് അന്നത്തെ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ അന്നും ബാലയും നാടകവും. ഇപ്പം എല്ലാ എന്താ പറയുക, എല്ലാ ഉത്സവപ്പറമ്പിലെയും സ്റ്റേജുകൾ മൊത്തവും തിരുവാതിരയും കുട്ടികളുടെ അരങ്ങേറ്റവും ഇങ്ങനത്തെയൊക്കെ കൈയടക്കി. അന്നത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗാനമേള പിന്നെയാണ് തോന്നുന്നു വന്നത്. അതിന് മുന്നേയൊക്കെ ഈ പറഞ്ഞ പോലെ ബാലയൊക്കെയാണ് ഇമ്പോർട്ടൻസ്. പിന്നെ ഒരു നാടകമുണ്ട്, എന്താ പറയുക, കാക്കാരശ്ശി നാടകം. ഈ നാടകവും ഈ പറഞ്ഞ ബാലയൊക്കെ കാണാനായിട്ട് ഞാൻ നോക്കിയിരിക്കും. കാരണം വെച്ചാൽ നമുക്കറിയാവുന്ന ചില ആർട്ടിസ്റ്റുകളൊക്കെ ആ സമയത്ത് മീൻസ് നമ്മുടെ വീടിനടുത്തുള്ള ആരെങ്കിലും ഒരാൾ അതിൽ കാണും അഭിനയിക്കാനൊക്കെ. അപ്പം നമുക്ക് അതൊരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോയി ഞാൻ നോക്കിയിരിക്കും. കാരണം കൊല്ലത്ത് കൊട്ടാരക്കരയൊക്കെയാണ് ഏകദേശം കൂടുതൽ നാടക ട്രൂപ്പുകളൊക്കെ ഉള്ളത് തന്നെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആരെങ്കിലുമൊക്കെ ഒരാളെ അതിനകത്ത് കാണുകയും ചെയ്യും വേഷം ചെയ്യാനായിട്ട്. അപ്പം നമുക്കറിയാവുന്ന ആൾക്കാരുടെ ആകുമ്പോൾ എല്ലാവരും അതൊരു സന്തോഷമാണ്. അങ്ങനെ പോയി കാണും. പിന്നെ എന്താ, പിന്നെ ഇതുപോലെ അത് പോണ കഥ പറഞ്ഞപ്പോഴാണ് ഒത്തിരി. അപ്പൊ ഇതില് പോകുമ്പം നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ അന്ന് പണ്ടത്തെ ചിമ്മിനികളൊക്കെ ഉണ്ട്. ആ വിളക്ക് ഒരു താഴെപ്പായൊക്കെ ചുരുട്ടി കൈ പിടിച്ച് ഈ വിളക്കൊക്കെ ആയിട്ടാണ് പോണത്. എന്നിട്ട് ഈ അമ്മച്ചിമാരും പണ്ടത്തെ അപ്പന്മാരും ഒക്കെ ഈ വിളക്ക് കുട്ടികളും ഒക്കെ ആയിട്ട് ഇതുപോലെ പോകുന്നിട്ട് ഉത്സവപ്പറമ്പ് നിറച്ച്. ഇപ്പോഴാണ് ഒക്കെ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്. അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഈ താഴെപ്പായൊക്കെ കൊണ്ടുപോയി കണ്ണുകളൊക്കെ കത്തിച്ച് വെച്ച് എല്ലാവരും അവിടെ ഇങ്ങനെ പായ പിടിച്ച് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ ഇപ്പൊ ഇതൊക്കെ പ്രോഗ്രാം കാണുന്നുണ്ടോ, അവിടെ കിടന്ന് ഉറങ്ങുവാണോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഇപ്പോഴാണെങ്കിൽ ഭയങ്കര തല്ലും ബഹളമൊക്കെ. അന്നും ഇതുപോലെ തല്ലൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ ബഹളങ്ങളൊന്നും അങ്ങനെ നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവില്ല കേട്ടോ, ചെറുപ്പമല്ലേ. അപ്പൊ ഇതുപോലെ അതൊരു സന്തോഷമായിരുന്നു. പിന്നെ ആ ഉത്സവം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും വിഷമാണ്. പിന്നെ നെക്സ്റ്റ് ഉത്സവത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഉത്സവം വരിക എന്നൊക്കെ പറയുന്നത് ഒരു വർഷമായിട്ട് നമ്മൾ അതിനു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് ആ ഉത്സവത്തിന് വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ മക്കളുടെ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് ഇവിടെയും ചുറ്റുവട്ടത്ത് ഒരുപാട് അമ്പലത്തിൽ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, പ്രോഗ്രാം. അപ്പം ഞാൻ അവരോട് ഒരു ദിവസം തിരുവാതിര കാണാനായിട്ട് അപ്പം പ്രോഗ്രാമിൽ വിളിച്ചു. അവർ ശരിക്കും വന്ന് എന്തിനാന്ന് വെച്ചാൽ അവിടുന്ന് മൊജിറ്റോ കുടിക്കാനും ഇതുപോലെ ടോയ്സുകൾ വാങ്ങിക്കാനും അതെല്ലാം മേടിച്ചു. അവർ ആ പ്രോഗ്രാം എന്നെ കാണിച്ചില്ല. അവരതെല്ലാം കണ്ട് സാധനങ്ങൾ ഞാൻ അവിടെ ചെന്ന് തിരുവാതിര കാണാൻ തുടങ്ങിയപ്പോൾ അവർ വിളിക്കാൻ തുടങ്ങി, വാമ്മേ പിന്നെ കാണാം, നമുക്ക് പോയിട്ട് ജ്യൂസ് മൊജിറ്റോ കുടിക്കാം, നമുക്ക് ടോയ്സ് കാണാൻ. അതിന് ബഹളം വെച്ചു. എന്നിട്ട് കൊണ്ടുവന്ന് ഈ സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ തന്നെ അവർ വീട്ടിൽ പോകാൻ ബഹളമായി. കാരണം ഇവർക്ക് ഇതെല്ലാം മേടിച്ചിട്ട് ഇനി വീട്ടിൽ വന്നിട്ടെല്ലാം ഓപ്പൺ ചെയ്യണം. കാരണം അപ്പം ഞാൻ ഓർത്തു ഇവരുടെ മനസ്സിൽ ഇപ്പോഴത്തെ എൻ്റെ മക്കളുടെയൊക്കെ ആ ജനറേഷൻ കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉത്സവം എന്താണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ അത് പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്ക് അതിൽ വലിയ ക്രേസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അവർ വീട്ടിൽ വന്നിട്ട് ആ ടോയ്സ് പൊട്ടിക്കാനും ഇവിടുന്ന് കിട്ടുന്ന ബജി കഴിക്കാനും അതൊക്കെയാണ് അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. എനിക്ക് എന്നെ ആ തിരുവാതിര കാണിക്കാതെ രണ്ട് മക്കളോട് വഴക്കടിച്ച് വീട്ടിക്കൊണ്ട് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഒരു ബാച്ചിൻ്റെ കരയോഗത്തിന് തിരുവാതിര ഉണ്ട്. അത് കാണാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. കാരണം നമുക്ക് ഈ എൻ്റെ മക്കൾക്ക് അതിനോട് ഒട്ടും ഇൻട്രസ്റ്റ്, ഉത്സവം എന്താണെന്ന് പോലും അവർക്കത് മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് അവർക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെ കാരണവന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിട്ട് ചിലപ്പോൾ ഈ ഉത്സവങ്ങളൊക്കെ മാറുമായിരിക്കും. ഓക്കെ, ഞാൻ ഓരോ ജനറേഷൻ വരുമ്പോൾ ഓരോ സന്തോഷങ്ങളും നമ്മുടെ കാലത്ത് മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ടേക്ക് കെയർ.